ഇന്നത്തെ ഈ വെള്ളിയാഴ്ച സൂര്യനസ്തമിക്കലോടുകൂടെ കടന്നു വരുന്ന രാത്രി എന്ന് പറയുന്നത് വളരെ പവിത്രമേറിയൊരു രാത്രിയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനെ കണ്ട ഇസ്രാ മിഅ്റാജിൻ്റെ രാവ്, മഹത്തായ റജബിൻ്റെ 27-ാം രാവ്, ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സന്ദർഭം. ദീർഘമായി ഒന്നും പറയുന്നില്ല. ഇന്നത്തെ ഈ രാവിൽ നാം ചൊല്ലിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ദിക്റുകൾ മാത്രം ഡിസ്പ്ലേയിൽ കാണിക്കുന്നു. നിങ്ങൾക്കത് കൃത്യമായി സ്ക്രീൻഷോട്ട് എടുക്കുക, അതിൽ നോക്കിയിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നല്ല ഫലം ലഭിക്കും, നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാം ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. അതിലൊന്ന് അമ്പിയാക്കൾ പ്രധാനമായി ദുആ ചെയ്ത ദുആകൾ, ആ ദുആഇന് ഇജാബത്ത് കിട്ടിയിട്ടുണ്ട്. ആ ദുആകൾ നമ്മളിവിടെ കാണിക്കും. നമ്മളൊക്കെ ആ ദുആഇന് ചെയ്യുക. അമ്പിയാക്കൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അമ്പിയാക്കളൊക്കെ ദുആ ചെയ്ത ദുആ നമുക്കും ഇന്നത്തെ രാവിലെ അത് ചൊല്ലാം. അതേപോലെ തന്നെ നമ്മൾ മുമ്പ് 9 താജുകൾ പറഞ്ഞിരുന്നു. ആ തീജാനുസ് 9 താജുകൾ. ഇന്ന് നമ്മൾ 7 താജുകൾ പറയുന്നുണ്ട്. നമ്മൾക്ക് താജ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ അറിയാം, അതാണ് താജുൽ ഇസ്തിഗ്ഫാർ എന്നുള്ളത്. 9 താജുകളെ കുറിച്ച് പറഞ്ഞ വീഡിയോ കണ്ടവർക്ക് ഓർമ്മയുണ്ടാകും. അതേപോലെ നമ്മൾ ഇന്ന് 7 താജുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. താജു തസ്ബീഹ്, താജു ദുആ, താജുൽ ഇസ്തിഗ്ഫാർ എന്ന് തുടങ്ങിയിട്ടുള്ള 7 താജുകൾ. ആ 7 താജുകളും നിങ്ങൾ ചൊല്ലുക. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് കടങ്ങളുണ്ട്. ആ കടങ്ങൾ വീടാനുള്ള വളരെ പവിത്രമേറിയ ചില ദുആകളും ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൃത്യമായി ഇത് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ രാത്രിയിൽ തീർച്ചയായും നമുക്ക് ഉത്തരം ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ വളരെ പെട്ടെന്ന് പറയാം. നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്ക്. അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതവിടെ നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ, 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മക്കളെയൊക്കെ ചേർക്കാവുന്നതാണ്. നമ്മുടെ ദർസിൽ പഠിക്കുന്ന കുട്ടികളോടൊപ്പം ചേർന്ന് ആത്മീയാന്തരീക്ഷത്തിൽ, ഗൃഹാന്തരീക്ഷത്തിൽ നല്ല രൂപത്തിൽ അവർക്ക് മതവും ഭൗതികവും ഒക്കെ പഠിപ്പിച്ച് നല്ല രൂപത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ തിരിച്ചു നൽകാൻ നമുക്ക് സാധിക്കും. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ള രക്ഷിതാക്കൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഈ രാവ് എന്ന് പറഞ്ഞാൽ വളരെ പവിത്രമേറിയ രാവാണല്ലോ. നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ നോമ്പ് തുറപ്പിക്കുന്നതിലേക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം ഇൻഷാ അല്ലാഹ് നിങ്ങൾ നൽകണം. അതിൻ്റെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു 50 പേർക്കോ 20 പേർക്കൊക്കെ നൽകാൻ സാധിക്കുന്നവർ അങ്ങനെ നൽകിയാൽ നമ്മൾ പള്ളികളിലേക്കൊക്കെ നോമ്പ് തുറ കൊടുക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെ നൽകിയാൽ വലിയ സന്തോഷമാകും. നമ്മുടെ റമളാനിലേക്ക് നീട്ടിയെറിയുന്നൊരു സ്വതക്കയാണ്. പ്രത്യേകിച്ച് പരിശുദ്ധമായ റജബിൻ്റെ 27-ാം രാവിന് നമ്മൾ നൽകുന്ന ഈ സ്വതക്ക വെറുതെ ആകൂല. മുഅ്മിനീങ്ങളെ, നല്ല നിയ്യത്തോടു കൂടെ നൽകിക്കോളൂ. ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അള്ളാഹു നമുക്ക് തൗഫീഖ്, റാഹത്ത്, ഇസ്സത്തൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് അമ്പിയാക്കൾ ദുആ ചെയ്ത ദുആകൾ. ഇൻഷാ അല്ലാഹ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, നിങ്ങളത് കണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ കാണിക്കുന്നതെല്ലാം നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ അതവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് താഴെയുണ്ട്, അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ ആ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ജോയിൻ ചെയ്താൽ അത് ക്ലിക്ക് ചെയ്ത് സേവ് ആക്കിയാൽ നിങ്ങളുടെ ഫോണിലെ ഗാലറിയിൽ അതെത്തും, നിങ്ങളെ ഫോണിൽ അതെത്തും. അപ്പോൾ എളുപ്പമായിട്ട് നിങ്ങൾക്കത് ചൊല്ലാനും പറ്റും. എല്ലാം നമ്മൾ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്താൽ ഒരു പക്ഷേ അത് ക്ലാരിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഈ ഡിസ്പ്ലേയിൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ദുആകൾ ഏതൊക്കെയാണെന്നുള്ളത്. ഇത് അത്ര ക്ലാരിറ്റിയിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി സ്ക്രീന് സൈസ് കൂട്ടിയിട്ടൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ കൃത്യമായിട്ടത് മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിൽ ആദ്യത്തേത് മഹാനരായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആ ആണ്. ഏതാണ് ആ ദുആ എന്നറിയോ? ഇത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോൾ ഉത്തരം ലഭിച്ച ദുആ ആണ്. നമുക്കും ദുആ ചെയ്യാം. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രിയിൽ നിങ്ങളിത് ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തേത് മഹാനരായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആ ആണ്. ഏതാണത്? റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതി മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതി മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. വളരെ സവിശേഷമേറിയ ദുആ ആണ്. അടുത്തത് മഹാനരായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം
വലിയ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരാണ്. നമുക്കൊക്കെ ഒരുപാട് രോഗങ്ങളില്ലേ, ആ രോഗങ്ങൾ മാറണമെന്ന നിയ്യത്തോടു കൂടെ നമുക്ക് ചെയ്യാം. വ അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയല്ലുർ വ അൻത അർഹമുർ റാഹിമീൻ. വളരെ പവിത്രമേറിയ ദുആ. വ അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയല്ലുർ വ അൻത അർഹമുർ റാഹിമീൻ. അടുത്തത് മഹാനരായ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആ. റബ്ബന ഫ്തഹ് ബൈനനാ വബൈന ഖൗമിനാ ബിൽ ഹഖ് വ അൻത ഖൈറുൽ ഫാത്തിഹീൻ. മക്കളൊക്കെ നന്നാവാനുള്ളവർക്ക്, പരസ്പരം ഐക്യമില്ലാത്തവർക്ക് ഒക്കെ ഈ ഒരു ദുആ ചെയ്യാവുന്നതാണ്. നല്ല ഫലം ലഭിക്കുന്ന ദുആ ആണ്. മഹാനരായ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോൾ ആ ദുആക്ക് ഇജാബത്ത് കിട്ടിയ ദുആ കൂടെയാണ്. നമുക്കും ഇന്നത്തെ ഈ പവിത്രമേറിയ രാവിൽ ഈ ദുആ ചെയ്യാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആ ആണ് അടുത്തത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തത് റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ എന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്തതാണ്. ഇന്നത്തെ രാത്രിയിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. നമ്മുടെ മക്കളൊക്കെ നിസ്കാരം നിലനിർത്താത്തവർ, ദീനീ ചിട്ടയിൽ നിന്നും മാറിയിട്ട് ദീനിൽ നിന്നും പുറംതിരിഞ്ഞ് എങ്ങനെയോ നടക്കുന്നവരാണ്. അത്തരം മക്കളെയൊക്കെ സൽപന്താവിലേക്ക് കൊണ്ടുവരാൻ ഈ ദുആക്ക് സാധ്യമാകുമെന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആ ചെയ്തോളൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ അടുത്തത് മഹാനരായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആ ആണ്. അൻത വലി ഫിദ്ദുനിയ വൽ ആഖിറ തവഫ്നി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ. ഈമാൻ കെട്ടി ആഖിബത്ത് നന്നായി മരണപ്പെടാൻ ഈ ദുആ വലിയ കാരണമാകുന്നതാണ്. ഓരോ ദുആയിനും ഓരോ ഫലങ്ങളുണ്ട്. ഞാനതൊക്കെ പറഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളതൊക്കെ പറയാൻ സമയം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അതിപ്പോൾ വിശദീകരിക്കാത്തത്. ഇൻഷാ അല്ലാഹ് അടുത്തത് മഹാനരായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആ. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഒരുപാട് ഫലമുണ്ട് ഈ ദുആഇന്. ഒരുപാട് ഫലമുണ്ട് തന്നെ, ഒരുപാട് ഫലമുണ്ട്. സംസാരിക്കാൻ കഴിയാത്ത, നാക്കിന് കെട്ടുള്ള, നാക്കിന് വിക്കുള്ള, ഏതെങ്കിലും ഒരു വിഷയത്തിലൊക്കെ ഇടപെട്ട് സംസാരിക്കാൻ പോകുന്ന ആളുകൾ, കോടതികളിലൊക്കെ എന്തെങ്കിലുമൊക്കെ വിധി പറയാനിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന വളരെ പവിത്രമേറിയൊരു ദുആ ആണ്. അടുത്തത് മഹാനരായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യവയറ്റിലകപ്പെട്ട സമയത്ത് ദുആ ചെയ്തിരുന്നതാണ്. അത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ ആണ്. നമുക്കൊക്കെ അറിയാം ദുആ, നമ്മളൊക്കെ എപ്പോഴും ദുആ ചെയ്യുന്നതാണ്. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന് പറയുന്ന ദുആ ദുനിയാവ് ആഖിറൊക്കെ നമുക്ക് വേണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന ദുആ ആണ്. ആ ദുആ അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അപ്പം നിങ്ങൾ നോക്കൂ, നമ്മൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. എത്ര അമ്പിയാക്കൾ, 9 നബിമാർ ദുആ ചെയ്ത ദുആകൾ നമ്മൾ പറഞ്ഞു. ഇന്നത്തെ രാത്രിയിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്തത് ഇൻഷാ അല്ലാഹ് നമ്മൾ കാണിക്കുന്നത് വളരെ പവിത്രമേറിയ, നമ്മൾ മുമ്പ് 9 താജുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടവരൊക്കെ ഒന്ന് പറഞ്ഞു തരണേ. 9 താജുകൾ എന്ന് പറഞ്ഞിട്ട് ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ചൊല്ലാൻ പറ്റുന്ന 7 താജുകൾ. ഓക്കെ, ഇതിനെ തീജാനുസ്സബ എന്ന് പറയാറുണ്ട്. 7 താജുകൾ. 7 താജുകൾ എന്ന് പറഞ്ഞാൽ താജു ദിക്ർ, ദിക്റുകളുടെ കൂട്ടത്തിൽ രാജകീയ സ്ഥാനം അലങ്കരിക്കുന്ന ദിക്ർ, അതാണ് താജു ദിക്ർ. കിരീടം, ദിക്റുകളിലെ കിരീടം അതാരാണ്? അതേതാണ്? നമ്മൾ ദിക്റുകളിലെ കിരീടം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ളതാണ്. ധാരാളമായിട്ട് ചൊല്ലുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസ് ഉണ്ട്, നിങ്ങളൊക്കെ മജ്ലിസിൽ പങ്കെടുക്കണം. മജ്ലിസിൽ വെച്ച് നമുക്ക് ചൊല്ലാം. അതേപോലെ തന്നെ രണ്ടാമത്തെ താജു തസ്ബീഹ് ആണ്. ഏതാണ് താജു തസ്ബീഹ് എന്നറിയോ? സുബ്ഹാനല്ലാഹി വ ബിഹംദി അദദ ഖൽഖി വ റിളാ നഫ്സി വ സീനത അർശി വ മിദാദ കലിമാതി. നമുക്കൊക്കെ അറിയാവുന്ന ദിക്റാണ് അല്ലേ? അദ്കാർ സ്വബാഹിലൊക്കെ പലപ്പോഴും ഉണ്ടാകാറുള്ള ദിക്റാണ്. ഇനി തസ്ബീഹാണ്. അതാണ് തസ്ബീഹിൻ്റെ കൂട്ടത്തിലെ താജായിട്ട് നിലകൊള്ളുന്നത്. അടുത്ത് താജു ദുആ ആണ്. താജു ദുആ ഏതാ? നമുക്കറിയാം, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അടുത്തത് താജുൽ ഇസ്തിഗ്ഫാർ. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നതിനാണ് താജുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. അതാണ് ഇസ്തിഗ്ഫാറുകളുടെ കൂട്ടത്തിലെ രാജകീയ സ്ഥാനം അലങ്കരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താം. താജുൽ ഇസ്തിഗ്ഫാർ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി
وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. താജുൽ ഇസ്തിഗ്ഫാർ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താവുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയപ്പെടുന്ന താജുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയപ്പെടുന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ പ്രഭാതത്തിൽ ചൊല്ലിയാൽ വൈകുന്നേരമാകുന്നതിനിടയിൽ മരണപ്പെട്ടാൽ, വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ ആകുന്നതിനിടയിൽ മരണപ്പെട്ടാൽ സ്വർഗം ഉറപ്പെന്ന് പറയപ്പെട്ടതാണ്. അടുത്ത് താജു തഹ്സീൻ ഏതാണ്? ബിസ്മില്ലാഹില്ലദി യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർള് വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന് പറയുന്നതാണ്. ഇതൊക്കെ നമ്മൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ബാബു താജു തഫ്രീജിൽ ഖുറബ് ഏതാണത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നുള്ളതാണ്. നമുക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത താജു റാഹത്തിൽ ബാൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഈ 7 താജുകളെങ്കിലും ചുരുങ്ങിയത് ഇന്നത്തെ രാത്രിയിൽ നമുക്ക് ചൊല്ലണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തത്, കടമില്ലാത്ത ഒരാൾ ഇവിടെ ഇല്ല. കടം വീടാനുള്ള ചില ദിക്റുകളും ദുആകളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതിൽ പ്രധാനപ്പെട്ടവ നമ്മളിവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങളത് കൃത്യമായിട്ട് ചൊല്ലുകയാണെങ്കിൽ നല്ല ഫലം ലഭിക്കാൻ അത് കാരണമാകുന്നതാണ്. അതിലൊന്ന് സൂറത്ത് ആലി ഇമ്രാനിലെ 26-27 ആയത്തുകളാണ്. നമുക്കൊക്കെ അറിയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ തൂലിജുൽ ലൈല ഫിന്നഹാരി വതൂലിജുൻ നഹാറ ഫില്ലൈലി വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വതുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ വതർസുഖു മൻ തശാഉ ബിഗൈരി ഹിസാബ്. വളരെ ഫലം ലഭിക്കുന്ന, കടം വീടാനുള്ള നല്ല പവിത്രമേറിയ ഒരു ദുആ കൂടെയാണ് ഈ ആയത്ത് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കടം വീടാനുള്ള മറ്റൊരു ദുആ ആണ്, നമുക്കൊക്കെ അറിയാം, എത്രയോ ഫലം ലഭിക്കുന്ന, നമ്മളൊക്കെ സ്ഥിരമായിട്ട് ചൊല്ലുന്നതാണ് ഈ കാണുന്നത്. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. 2 രൂപത്തിലും വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക എന്നൊക്കെ പറഞ്ഞിട്ട് 2 രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുണ്ട്. ഏത് ചൊല്ലിയാലും നമുക്കതിൻ്റെ ഫലം കിട്ടും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് നമ്മൾ ചൊല്ലി അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക് എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് പകർത്താൻ പറ്റുന്ന, ഇന്നത്തെ രാത്രിയിൽ നാം ചൊല്ലേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ ആണ്. നമ്മളൊക്കെ വിർദുൽ ലത്തീഫിൽ ചൊല്ലുന്നതാണിത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വ അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വ അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വ അഊദു ബിക മിൻ ഗലബത്തി ദൈനി വ ഖഹരി റിജാൽ. കടം വീടും എന്ന് ഉറപ്പ് പറഞ്ഞ് മഹാനരായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ചൊല്ലിയപ്പോൾ അബൂ ഉമാമ അവിടുത്തെ നാക്കുകൊണ്ട് പറയുന്നു, ഫഖളാ അന്നി ദൈനി, എനിക്ക് അള്ളാഹു എൻ്റെ കടങ്ങൾ വീട്ടിത്തന്നു, എൻ്റെ ടെൻഷനെല്ലാം മാറി എന്ന് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു അനുഭവം പറയുന്ന ദുആ ആണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വ ഖഹരി റിജാൽ എന്ന് പറയുന്ന ദുആ. അത് നമുക്ക് ഇന്നത്തെ രാത്രിയിൽ നമുക്ക് ചൊല്ലാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതേപോലെ തന്നെ കടം വീടാനുള്ള മറ്റൊരു ദുആ ആണ്, നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ ഫാരിജിൽ ഹമ്മ കാശിഫൽ ഗമ്മ മുജീബ ദഅവത്തിൽ മുൽതരീൻ റഹ്മാനദ് ദുനിയ വൽ ആഖിറതി വറഹീമഹുമാ അൻത തർഹമുനി ഫർഹംനി ബിറഹ്മത്തിൻ തുഗ്നീനി ബിഹാ അൻ റഹ്മതി മൻ സിവാക്. اللهم فارج الهم كاشف الغم مجيب دعوة المضطرين رحمن الدنيا والآخرة ورحيمهما أنت ترحمني فارحمني برحمة تغنيني بها عن رحمة من سواك. വളരെ പവിത്രമേറിയ ദുആ ആണ്. ഇനി നമ്മൾ ഇന്നത്തെ രാത്രിയിൽ പ്രധാനമായി ചൊല്ലേണ്ടത് റജബിനെ വിട പറയാൻ പോവുകയാണ്. റജബ് മാസം വിട പറയുകയാണ്. ഇനി ഷഅബാനാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. വളരെ ആത്മാർത്ഥമായിട്ട് അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന് പറയുന്ന വളരെ പവിത്രമേറിയ ദുആ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക, ധാരാളമായിട്ട് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. എന്താ കാരണം എന്നറിയോ? എത്ര ആളുകളാണെന്നറിയോ ഓരോ റജബ് വരുമ്പോഴും? റജബിലുണ്ട്, ഷഅബാനിലുണ്ട്, റമളാനിലില്ല. കഴിഞ്ഞ റമളാനിലുള്ള എത്രയോ ആളുകൾ ഇന്ന് ഏതോ നാടുകളിൽ പള്ളിക്കാട്ടിൽ പള്ളി മൈതാനിയിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. സാധുക്കളായ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ റമളാനിലേക്ക് ആയുസ് നീട്ടി നൽകാൻ, ഷഅബാനിലേക്ക് ആയുസ് നീട്ടി നൽകാൻ ഈ ദുആ വളരെയധികം കാരണമാകും. അതുകൊണ്ട് സമയം വേസ്റ്റ് ചെയ്യരുത്.
കൃത്യമായിട്ട് ഈ ദുആഇനെ ധാരാളമായിട്ട് ചെയ്യുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തതാണ്, ഹബീബായ തങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചതാണ്. നമ്മളതിൽ ഒരു മടിയും വിചാരിക്കാതെ ധാരാളമായിട്ട് ദുആ ചെയ്യുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ സുബ്ഹാനല്ലാഹിർ റഊഫ്, സുബ്ഹാനല്ലാഹിർ റഊഫ്, സുബ്ഹാനല്ലാഹിർ റഊഫ് എന്നുള്ളത് ചൊല്ലുക. വിശുദ്ധ ഖുർആനിൽ പരമാവധി ഓതാൻ പറ്റുന്നത് ഓതുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ ഇന്ന് രാത്രി നമ്മുടെ മജ്ലിസ് നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ചാനലിൽ തന്നെ മജ്ലിസ് ഉണ്ടാവും. നിങ്ങളൊക്കെ മജ്ലിസിലേക്ക് പങ്കെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിൻ്റെ ലിങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്താൽ അതിൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ലിങ്കൊക്കെ വരും, നമ്മുടെ മജ്ലിസിൻ്റെ ലിങ്ക് വരും. നിങ്ങളവിടെ പങ്കെടുക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നോമ്പ് തുറയിലേക്ക് സഹായിക്കാൻ സ്വതക്ക കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ പറഞ്ഞപ്പോഴും ഈ വർഷം തന്നെ 2-3 ദിവസങ്ങളായി പറഞ്ഞിട്ട് കുറേ ആളുകൾ അതിലേക്ക് സ്വതക്ക നൽകാമെന്ന് ഏറ്റിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ രാവിൻ്റെ ഒരു പുണ്യം കണക്കിലെടുത്ത് നിങ്ങളൊക്കെ നോമ്പ് തുറയിലേക്ക് നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.